ഗുഡ് മോർണിംഗ് ഗൈസ്, മാളൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ രാവിലെ എണീറ്റേക്കുവാണ്. എന്നും രാവിലെ ഒന്നും എണീക്കില്ല, എണീക്കും. എന്നാലും ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റു. നമ്മളെ ഇച്ചിക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണം, ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ചോറ് വെക്കണം. ചോറിന് ഞാൻ എന്നാ മോരുകറിയും മീനും ഒക്കെ. അപ്പോൾ നമ്മൾ അരി കഴുകാൻ പോയി. നമ്മുടെ വെള്ളമൊക്കെ തിളച്ചെടുക്കണം. അത് കഴുകണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്, നമുക്ക് അരി ഇടാമേ. ഞാൻ ഇങ്ങനെ ഇടാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. എൻ്റെ അമ്മ കണ്ട ഒന്ന് ശരിക്കും നോക്കിക്കോണം. കാരണം നേരത്തെ എനിക്ക് പേടിയായിരുന്നു, ഇട്ടിട്ട് ഓടുമായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചേട്ടോ. അപ്പോൾ ഗേൾസ് ചോറിൻ്റെ വഴിക്ക് റെഡി ആയിക്കോളും. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതവിടെ നിന്ന് റെഡി ആയിക്കോളും. എൻ്റെ വീട്ടിലൊക്കെ നേരത്തെ ഞാൻ ഇപ്പോഴും വെക്കുന്ന വിറകടുപ്പല്ല, ഞാൻ ഇവിടെ വന്നേ പിന്നെ ഗ്യാസിലിട്ട് പെരുമാറാൻ തുടങ്ങുന്നു കേട്ടോ. വീട്ടിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ വിറക് കത്തിക്കണം. ഇവിടെ ഏറ്റവും മടി പിടിച്ചൊരു കേസായിട്ടായിരുന്നു ചോറ് വെക്കുന്നത്. എൻ്റെ മമ്മിയാണെങ്കിൽ എന്നെ ഉണ്ടെങ്കിൽ വിറകടുപ്പില്ല വെക്കത്തുള്ളൂ. ഇഷ്ടം പോലെ വിറകും തോട്ടമൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗ്യാസ് സുഖം ജീവിതം. കോവയ്ക്കുമ്പോഴേക്കും എനിക്കിഷ്ടമുള്ള സാധനമാണ്. എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇഷ്ടമല്ലെങ്കിലും കഴിക്കണം, അങ്ങനെയാണ് എൻ്റെ നിന്നും. ഇഷ്ടമില്ലെങ്കിലും കഴിക്കണം. കഴിക്കും പാടാ. ഞാൻ ഉണ്ടാക്കുന്ന എന്ത് ഇവിടെ ഉള്ളവർ കഴിക്കും. അവിടെ ഞാൻ രക്ഷപ്പെട്ടു. കടക്കാരൻ എന്നെ പറ്റിച്ചു. ഞാൻ അയാളോട് മൂത്ത കോവയ്ക്ക ഇടരുതെന്ന് പറഞ്ഞു. അത് എനിക്ക് മൂത്ത കോവയ്ക്ക ഇട്ടത്. പഴുത്തു പോയി, അരിയാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ എന്നിട്ട് മേടിച്ചത്. നോക്കില്ല, ശ്രദ്ധിച്ചില്ല. മഴയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ പോയിട്ട് വന്നിട്ട് ആകെ ക്ഷീണം പിടിച്ച കിടന്നത്. ഒട്ടും മഴയാണ്. നമ്മുടെ ഇവിടെ ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ തീർന്നിട്ടില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോഴും മഴയായിരുന്നു. മഴയത്ത് എണീക്കാനൊക്കെ ഒരു മടിയായിരുന്നു. എന്നാലും എനിക്ക് വന്ന കേട്ടോ. ഞാൻ എണീക്കാനാണെങ്കിൽ 6 മണിക്കാകുമ്പോൾ എണീക്കും. എന്താ ശീലമൊക്കെ മാറി. നേരത്തൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു 1/2 മണിക്കൂർ മുമ്പ് എണീക്കും. അപ്പോൾ പിന്നെ അങ്ങനല്ല, നല്ല ഉച്ചയായി നേരത്തെ എണീക്കും. പണിയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതൊക്കെയുള്ളൂ പണി. ഇപ്പം ഉറക്കാം. ഞാൻ എന്തെങ്കിലും അധികമായി ചെയ്തു പോയാൽ എനിക്ക് ഉറക്കം വരും, ക്ഷീണം വരും. എനിക്ക് എന്നും രാവിലെ ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കണം. കാപ്പ് കുടിച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് ഒരു ഇത് വരത്തുള്ളൂ, പണി ചെയ്യാനുള്ളൊരു മൂഡ് വരത്തുള്ളൂ. ഇവരെല്ലാം എന്നെ വഴക്ക് പറയും കാപ്പി കുടിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പം പറഞ്ഞ് കുടിച്ച് ശീലമുള്ള കാപ്പിയാണ്.
ഇവിടെ ആർക്കും അതൊന്നും പരിചയമില്ല. ഇവിടെ ചായ അല്ലെ പാൽ ചായ പിന്നെ ബ്രൂ ഇട്ട് അതൊന്നും എനിക്ക് കുടിക്കത്തില്ല. എനിക്ക് എൻ്റെ കാപ്പി കുടിക്കത്തുള്ളൂ. നല്ല കുരുവിൻ്റെ കാപ്പിയൊക്കെ എനിക്ക് കുടിക്കത്തുള്ളൂ. എനിക്കത് കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. ഞാൻ മമ്മി നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എനിക്ക് കൊണ്ടുവന്ന തീരാറായി. ഇനിയിപ്പോൾ പോകാനുള്ള സമയമായി. നമുക്ക് കാപ്പിപ്പൊടിയെല്ലാം തീർന്ന് അപ്പോൾ കാപ്പിപ്പൊടി മേടിക്കാൻ വേണ്ടി പോകണം. ഇനി ഞാൻ ഇച്ചോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാപ്പിപ്പൊടിയൊക്കെ തീർന്നു. ഇവിടെ അതൊന്നും കിട്ടത്തൊന്നുമില്ല. എനിക്കതില്ലാണ്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് ഇങ്ങനെ കുടിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു സമാധാനമാണ്. എന്നാലും ഒരു മടി വരത്തില്ല. അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ അവർക്ക് എനിക്ക് മടി വരാതിരിക്കാനുള്ള മരുന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും അത്ര കടുപ്പത്തിൽ കുടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം എന്നെ ചീത്ത പറയും. ഞാൻ കുഴപ്പമില്ല, ഇച്ച കുടിച്ചോളാം പറയും കേട്ടോ. ഇച്ച പറയും കുടിച്ചോളാം. നമ്മൾ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കാൻ പോവാണേ. ഞാനിങ്ങനെ വെക്കണം. എൻ്റെ മെഴുക്കുവരട്ടി ഞാനിങ്ങനെ വെക്കണം. ഞാൻ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇങ്ങനെ അകക്കണം. ചിലർ കടുകൊന്നും പൊട്ടിക്കത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് കടുക് പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്നാണ് അറിയിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുക് പൊട്ടിച്ച് കഴിക്കുന്നത്. ഇവിടെ അങ്ങനെ കൂടുതൽ കടുകൊന്നും അങ്ങനെ ഇടത്തില്ല. പക്ഷെ ഞാൻ വെക്കുന്ന കറിക്കെല്ലാം കടുക് ഇടും കേട്ടോ. ഞാൻ വെക്കുന്ന ഏത് കറിയാണെങ്കിലും അതിൽ കടുക് പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് അങ്ങനെയാണ് വെക്കണം. നമ്മുടെ വീട്ടിലും അങ്ങനെ വെക്കണം. ആ കണ്ണ് ശീലമുള്ളതുകൊണ്ട് എനിക്ക് കടുക് പൊട്ടിച്ചിങ്ങനെ വെക്കാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ മെരിച്ചെടുക്കണം. കോവയ്ക്കകത്ത് മെരിഞ്ഞ് വേണം എണ്ണയ്ക്കകത്ത്. എണ്ണത്തിലുമുണ്ട് എനിക്ക് കേട്ടോ നല്ലതായിട്ട്. കിഴങ്ങാണേലും മറ്റേ അങ്ങനെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ എനിക്ക് മെരിച്ചെടുക്കണം. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് ഇഷ്ടമാണ് പിന്നെ കേട്ടോ. ഇത് ഇഷ്ടമാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ആദ്യം മുരിഞ്ഞ് വേഗട്ടെ. അത് മുരിഞ്ഞ് വരണം. നല്ല ടേസ്റ്റ്. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. നമുക്കിവിടെ എടുത്ത സാധനമെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ നമ്മളെ അമ്മ പിടിക്കും. നമ്മുടെ സാധനം അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം.